പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും സദാകാലം വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. മനുഷ്യരുടെ സാമൂഹിക ജീവിതത്തിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ പുനഃപരിശോധിക്കണം, അല്ലെങ്കിൽ പുനർവിചിന്തനത്തിന് വിധേയമാക്കണം എന്നുള്ളൊരു ആശയമാണ് ഇന്നത്തെ വേദഭാഗത്തിലൂടെ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്നലത്തെ ടി വിയിലെല്ലാം ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസാണ്. ഭാര്യ കൊടുത്തിരുന്ന വിവാഹമോചന ഹർജി പിൻവലിച്ചു എന്ന് ഒരു ന്യൂസ് കണ്ടിരുന്നു. തീരുമാനങ്ങൾ പുനർപരിശോധിക്കുകയും പുനർവിചിന്തനത്തിന് വിധേയമാക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും സാമൂഹിക ജീവിതത്തിൽ വളരെ അനിവാര്യമാണ്. ഒരു പിതാവിൻ്റെ രണ്ട് മക്കളുടെ വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. ഈ സംഭവം മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ, മറ്റു സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ സംഭവം രേഖപ്പെടുത്തുന്നത് ഓശാനയ്ക്ക് ശേഷമുള്ള സംഭവമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വേദചിന്തകന്മാർ ഈ രണ്ട് മക്കളെയും പ്രതീകാത്മകമായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒന്നാമത്തെ മകൻ ജാതികളെ സൂചിപ്പിക്കുന്നു, രണ്ടാമത്തെ മകൻ യഹൂദന്മാരെ സൂചിപ്പിക്കുന്നു. ജാതികൾ കൂടുതൽ വചനം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സാന്തരത്തിലേക്ക് വന്നതിനെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു വ്യാഖ്യാനം ഒന്നാമത്തെ മകൻ ചുങ്കക്കാരെയും പാപികളെയും സൂചിപ്പിക്കുന്നു, രണ്ടാമത്തെ മകൻ ഫരീസന്മാരെ സൂചിപ്പിക്കുന്നു. യോഹന്നാന്റെ മനസ്സാന്തര പ്രസംഗം കേട്ട് ചുങ്കക്കാരും പാപികളും മനസ്സാന്തരത്തിലേക്ക് വന്നുവെന്നും എന്നാൽ പരീശന്മാരെ തിരസ്കരിച്ചുമെന്നുള്ളതാണ് ഈ ആശയത്തിലൂടെ വ്യക്തമാകുന്നത്. ഒന്നാമത്തെ മകനോട് തോട്ടത്തിൽ വേല ചെയ്യുവാനായിട്ട് പോകുവാൻ പറയുമ്പോൾ പോകില്ല എന്ന് പറഞ്ഞെങ്കിലും കുറേ കഴിഞ്ഞിട്ട് അദ്ദേഹം അത് പുനർചിന്തയ്ക്ക് വിധേയമാക്കി മാറ്റി വേലയ്ക്ക് പോകാനായിട്ട് തയ്യാറാകുന്നു. രണ്ടാമത്തെ മകൻ പോകാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് പോയില്ല. ഒന്നാമത്തെ മകൻ തൻ്റെ വാക്കിനെക്കുറിച്ച് ഓർത്ത് മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ചു എന്ന് അവിടെ വായിക്കുന്നു. മനസ്സാന്തര ബന്ധത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് മെറ്റനോയിയാണ്. അതിൻ്റെ അർത്ഥം ചേഞ്ച് ഓഫ് മൈൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ഓർ ചേഞ്ച് ഓഫ് ബിഹേവിയർ. ദൈവവുമായി ബന്ധത്തിൽ വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം സ്വഭാവത്തിൽ, ചിന്തയിലുണ്ടാകുന്ന മാറ്റമാണ്. ഈ മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകുകയും പറഞ്ഞ വാക്കിൽ പശ്ചാത്തപിക്കുകയും അദ്ദേഹം ജോലിക്ക് പോവുകയും ചെയ്തു. രണ്ടാമത്തെ മകൻ പാഴ്വാക്കുകളാണ് പറഞ്ഞത്, അത് പൂർത്തീകരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. മുന്തിരിത്തോട്ടത്തിൽ വേലയ്ക്ക് പോകുക എന്ന ആശയം പ്രതീകാത്മകമായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നീതി പ്രവർത്തിക്കുക എന്നാണ്. നീതി പ്രവർത്തിക്കുവാനുള്ള ആഹ്വാനമാണ് മുന്തിരിത്തോട്ടത്തിലേക്ക് വേലയ്ക്ക് പോകുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ധാർമ്മിക നിലവാരം പുലർത്തുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇന്നത്തെ വേദഭാഗം ഒന്നാമത് ഞാൻ പങ്കുവെക്കുന്ന ചിന്ത ഒന്നാമത്തെ മകൻ്റെ റെസ്പോൺസുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ രണ്ടാമതൊരു ചിന്ത ആവശ്യമാണ്. അല്ലെങ്കിൽ സെക്കൻഡ് തോട്ടിൻ്റെ അനിവാര്യതയെ സൂചിപ്പിക്കുന്നു. എടുത്ത തീരുമാനങ്ങൾ തിരുത്തുന്നതിനും പുനർവിചിന്തനത്തിന് വിധേയമാക്കുന്നതിനുമുള്ള ഒരാഹ്വാനം. പിടിവാശികളോ അതുപോലുള്ള കാര്യങ്ങളിൽ വ്യത്യസ്തമായിട്ട് തിരുത്തപ്പെടേണ്ട കാര്യങ്ങൾ തിരുത്തുവാനുള്ള ഒരു ചിന്തയാണ് ഒന്നാമത്തെ മകൻ്റെ പ്രതികരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഫസ്റ്റ് തോട്ട് ആൻഡ് സെക്കൻഡ് തോട്ട്, ഒന്നാമത്തെ ചിന്തയും രണ്ടാമത്തെ ചിന്തയും വ്യത്യസ്തമാണെന്ന് പഠിതാക്കൾ പറയാറുണ്ട്. നമ്മൾ ആദ്യം എടുക്കുന്ന ചിന്ത ഒരുപക്ഷെ പെട്ടെന്നുള്ളതായിരിക്കും, കൂടുതലായിട്ട് ആലോചനയ്ക്ക് ഇല്ലാത്തതും എടുത്തുചാട്ടത്തിൻ്റെ ഫലമായിരിക്കും. രണ്ടാമതെടുക്കുന്ന ചിന്ത കുറേ കൂടി സമയമെടുത്തായിരിക്കും, സാവധാനമായിരിക്കും, അത് കുറേ വൈകാരിക പക്വതയുള്ളതും ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാതെ വിവേകപൂർണമായും ആലോചനയോടെ സമയമെടുത്തുമാണ് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. എടുത്ത കാര്യങ്ങളിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തുവാനുള്ള ഒരു രണ്ടാമത്തെ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. സെക്കൻഡ് തോട്ട് അഥവാ രണ്ടാമത്തെ ചിന്ത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന്, ചേഞ്ച് ഓഫ് ഒപ്പീനിയൻ. അഭിപ്രായങ്ങൾ ചിലപ്പോൾ നമുക്ക് മാറ്റി പറയേണ്ടതായി വരും, തിരുത്തേണ്ടതായിട്ട് വരും. രണ്ട്, ചേഞ്ച് ഓഫ് ഡിസിഷൻസ്. ചില തീരുമാനങ്ങൾ ചിലപ്പോൾ നമുക്ക് മാറ്റേണ്ടി വരും. കുടുംബജീവിതത്തിലാണെങ്കിലും സമൂഹ ജീവിതത്തിലാണെങ്കിലും നമ്മൾ എടുത്ത ചില തീരുമാനങ്ങൾ ചിലപ്പോൾ തിരുത്തപ്പെടേണ്ടതായിട്ട് വരും.
റീകൺസിഡർ, പുനഃപരിശോധിക്കുക, റിവൈസ് ദ ഡിസിഷൻ, എടുത്ത തീരുമാനങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുക. ഇതൊക്കെയാണ് സെക്കൻഡ് തോട്ട് അഥവാ രണ്ടാമത്തെ ചിന്ത കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്നത്തെ ഉപമയിലെ ഒന്നാമത്തെ മകൻ തൻ്റെ ചിന്തകൾ റിവൈസ് ചെയ്തു, അഭിപ്രായങ്ങൾ മാറ്റി ചിന്തിച്ചു, പുനർക്രമീകരിച്ചു. നമ്മളെല്ലാം സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇതുപോലുള്ള ചില പുനർക്രമീകരണങ്ങളും പുനരാലോചനയും ആവശ്യമാണ്. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ, അതിൽ പ്രത്യേകിച്ച് വിവാഹമോചന മേഖലകളിലെല്ലാം അത് വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. ഇന്ന് വർദ്ധിച്ചു വരുന്ന വിവാഹമോചന പശ്ചാത്തലത്തിലും പല ചിന്തകളും നമുക്ക് പരിഷ്കരിക്കേണ്ടി വരും, പുനരാലോചിക്കേണ്ടി വരും. അതാണ് ഞാൻ ആദ്യത്തെ ആമുഖത്തിൽ പറഞ്ഞ ആ സംഭവം. ഇന്നലത്തെ മീഡിയയിലെ ഒരു വലിയ റിപ്പോർട്ടിംഗ് ആയിരുന്നു. അവർ നിലവിലുള്ള കോടതിയിലെ കേസ് പിൻവലിച്ചു. ഒരുപക്ഷെ അവർ ഒന്നിച്ചു പോകാനായിട്ടുള്ള ആലോചനയിലായിരിക്കും. ഇതുപോലുള്ള നല്ല ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സെക്കൻഡ് തോട്ട് അഥവാ രണ്ടാമത്തെ തീരുമാനങ്ങൾ വഴിയായിട്ട് ആദ്യത്തെ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ തിരുത്താനായി സാധിക്കും. അതുപോലെ തന്നെ വൈകാരികമായ പക്വത നിലനിർത്താനായിട്ട് സാധിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ 2 കൊരിന്ത്യർ 10 അധ്യായം 5 വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനും വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു, ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. നമ്മുടെ എല്ലാ വിചാരങ്ങളും, എല്ലാ ചിന്തകളും, തീരുമാനങ്ങളും ക്രിസ്തുവുമായ ബന്ധത്തിലും ദൈവിക പരിജ്ഞാനത്തോടും ചേർന്ന് നിൽക്കുവാൻ സാധിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ഏതെങ്കിലും തീരുമാനങ്ങൾ തിരുത്തപ്പെടേണ്ടതുണ്ടെങ്കിൽ, കുടുംബജീവിതത്തിലോ മറ്റു മേഖലകളിലോ നാം തിരുത്തപ്പെടേണ്ട തീരുമാനങ്ങൾ തിരുത്തുവാനുള്ളൊരു വിശാലത നമുക്കുണ്ടായിരിക്കട്ടെ. ഈ ഭാഗത്ത് നിന്ന് രണ്ടാമത് ലഭിക്കുന്ന ചിന്ത, വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുക, ഫുൾഫിൽ ദ പ്രോമിസ്. നമ്മൾ കൊടുത്ത പ്രോമിസുകൾ പാലിക്കപ്പെടുക, നമ്മുടെ പറഞ്ഞ വാക്കുകളും പ്രവൃത്തികളും യോജിച്ച് നിൽക്കുക. രണ്ടാമത്തെ മകൻ പ്രോമിസ് കൊടുത്തു പോകാമെന്ന് പറഞ്ഞെങ്കിലും, പിതാവിനോട് പറഞ്ഞുവെങ്കിലും അവനത് പാലിച്ചില്ല. വാഗ്ദാനങ്ങൾ പാലിക്കാത്ത ഒരു വ്യക്തിയാണ് രണ്ടാമത്തെ മകനിൻ്റെ റെസ്പോൺസിലൂടെ നമുക്ക് കാണുന്നത്. നമ്മളെല്ലാവരും ഒത്തിരി പ്രോമിസ് കൊടുക്കുന്നവരാണ്. അതെല്ലാം പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രോമിസിനെ കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്: ഡു വാട്ട് യു സെഡ് യു വുഡ്. നീ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം നിനക്ക് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക, പറയുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുക. അത് വലിയൊരു ഗുണവൈശിഷ്ട്യമാണ്. ജീവിതത്തിൽ പ്രതിബദ്ധതയുള്ളവരും നല്ല സ്വഭാവമുള്ളവർക്കും ആധികാരികമായ വ്യക്തികൾക്ക് മാത്രമേ കൊടുത്ത വാഗ്ദാനങ്ങൾ, പ്രോമിസുകൾ ഫുൾഫിൽമെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്രകാരം പറയുന്നുണ്ട്: എ പ്രോമിസ് ഈസ് എ കമ്മിറ്റ്മെന്റ് ദാറ്റ് ഐ ഇന്റൻഡ് ടു ഫുൾഫിൽ. ഒരു പ്രോമിസ്, ഒരു വാഗ്ദാനം പൂർത്തീകരിക്കണമെങ്കിൽ നമുക്ക് നല്ല പ്രതിബദ്ധത ആവശ്യമാണ്, പറഞ്ഞ വാക്കിനോട്. വേദപുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവം വാഗ്ദാനം പാലിക്കുന്നവനും വിശ്വസ്തനുമാണ്. പറഞ്ഞ കാര്യങ്ങൾ ദൈവം അത് പൂർത്തീകരിക്കുന്ന ആളായിട്ടാണ് വേദപുസ്തകം ദൈവത്തെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രോമിസുകൾ ഫുൾഫില്ല് ചെയ്യുന്നത് ദൈവികമായ ഒരു ഗുണവും കൂടിയാണ്. എബ്രായ ലേഖനം 10 അധ്യായം 23 വാക്യത്തിൽ പ്രകാരം നാം വായിക്കുന്നു: പ്രത്യാശയോടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ദൈവം ഒരിക്കലും വാഗ്ദത്തത്തിൽ നിന്ന് പിന്മാറുകയില്ല, വിശ്വസ്തയോടെ പൂർത്തീകരിക്കും. അതുകൊണ്ട് നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ പറഞ്ഞ വാക്കിനോട് നീതി പുലർത്തുവാനും പറഞ്ഞ വാക്കുകൾ പൂർത്തീകരിക്കുവാനും വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കുവാനും സാധിക്കട്ടെ. നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കുകയോ അതിനുവേണ്ടി ശ്രമിക്കുകയോ ചെയ്യാതിരിക്കുക. ഹോശേയ പ്രവചനന്റെ പുസ്തകം 10 അധ്യായം 4 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: അവർ വ്യർത്ഥവാക്കുകൾ സംസാരിച്ച് ഉടമ്പടി ചെയ്യുന്നതിൽ കള്ളസത്യം ചെയ്യുന്നു. അതുകൊണ്ട് ന്യായവിധി വയലിലെ ഉഴച്ചാലുകൾ നഞ്ചു ചെടി പോലെ മുളച്ചു വരുന്നു. നടപ്പാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുന്നവർ കള്ളസത്യം ചെയ്യുന്നവരും അവർ ന്യായവിധി വിധേയമാക്കപ്പെടുന്നവരുമാണെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഇന്നത്തെ വേദഭാഗത്തിലൂടെ ഒന്നാമത്തെ മകനിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം, ജീവിതത്തിൽ ഒരു സെക്കൻഡ് തോട്ട് എല്ലാ കാര്യത്തിനും അനിവാര്യമാണ്. രണ്ടാമത്തെ മകനിലൂടെ നമുക്ക് ലഭിക്കുന്നത് വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുക.
പൂർത്തീകരിക്കാത്ത പ്രോമിസുകൾ, വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.